ഹായ് ഓൾ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോക്കസ് വളരെയധികം കുറയുന്നുണ്ട്. ഞാൻ തുടക്കത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഫോർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ എനിക്ക് തുടക്കത്തിൽ ഭയങ്കര ഫോക്കസ് ആയിരുന്നു. ഞാൻ നല്ല രീതിയിലൊക്കെ ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എനിക്കെന്തോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. വേണ്ട രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? ഇന്നിപ്പോൾ പല ആളുകളും ചോദിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആകുന്നു. ഇതിനൊക്കെ എന്താണ് ഒരു പരിഹാരം? ഒരു 8 പ്രധാന കാര്യങ്ങൾ ഞാൻ പറയാം. ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്യാനും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനും കഴിയും. അപ്പോൾ എന്താണ് ആ 8 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലിയർ യുവർ വൈ. അതായത് നിങ്ങൾ എന്തിന് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നു, ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക, അവരെ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആക്കുക, അല്ലെങ്കിൽ എനിക്കൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകണം, എനിക്കൊന്ന് ഇൻഡിപെൻഡൻ്റ് ആകണം, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല രീതിയിലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണം, ഭയങ്കര ഹാപ്പി ഉള്ള ഒരു ലൈഫിലേക്ക് എത്തണം, അല്ലെങ്കിൽ നല്ലൊരു ലക്ഷറി ലൈഫിലേക്കൊക്കെ എത്തിപ്പെടണം. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ കഴിയണം. ഇങ്ങനെയുള്ള കുറേ ലക്ഷ്യങ്ങളുണ്ടാവും നമുക്ക്. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഏതൊരു ഓപ്പർച്യൂണിറ്റിയും ചൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു ഫോർ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു വൈ അതെപ്പോഴും നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. എല്ലാ ദിവസവും രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഈ ഒരു കാര്യമാണ്, ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഇത് തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഞാനിത് ചെയ്യുന്നു. ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് നമ്മുടെ മൈൻഡിലുണ്ടാവണം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഡെയിലി ആയിക്കോട്ടെ, വീക്ക്ലി ആയിക്കോട്ടെ, മന്ത്ലി ആയിക്കോട്ടെ, ഇങ്ങനെ പല തരത്തിലുള്ള ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യണം. മെയിനായിട്ട് നമ്മൾ മന്ത്ലി ഗോൾസ് സെറ്റ് ചെയ്യാം. ഈ മന്ത്ലി ഗോൾസ് സെറ്റ് ചെയ്തിട്ട് ആ മന്ത്ലി ഗോളിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വീക്ക്ലി എത്രത്തോളം നമ്മൾ പെർഫോം ചെയ്യണം. അതുപോലെ തന്നെ ഈ വീക്കിലി നമ്മൾ ഇത്രത്തോളം പെർഫോമൻസിലേക്ക് നമ്മൾ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ ഇത്രത്തോളം പെർഫോം ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഇങ്ങനെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഈ ഗോൾസ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ആലോചിക്കുക, അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നതൊന്ന് എടുത്ത് വായിക്കുക. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഇന്ന് ഇത്രയൊക്കെ ചെയ്തേ പറ്റൂ, സെൽഫായിട്ടൊരു ടാർഗറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ ഫോക്കസ് കൃത്യമായിട്ട് അവിടെ കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ എനിക്കത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു, അല്ലെങ്കിൽ ആ ഒരു ഗോളിലേക്ക് എത്തണം എന്നുള്ളൊരു ലക്ഷ്യം നമ്മുടെ മൈൻഡിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കും, അല്ലേ? മടി തോന്നിയാൽ കൂടി നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കും, അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ഓവർ തിങ്കിങ് നിർത്തിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പല ആൾക്കാരും ശ്രമിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്റ്റിനി, അതായത് നമ്മുടെ ലക്ഷ്യം എന്താണോ, അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നത് എന്താണോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ കൃത്യമായിട്ട് ചെയ്യാതെ പോവുകയാണ്, അല്ലേ? പല ആൾക്കാരും ഇപ്പം എനിക്ക് സക്സസ്ഫുൾ ആകണം, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക വിജയിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയുമോ, അല്ലെങ്കിൽ ഞാൻ ഫെയിലിയർ ആയി പോകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാതെ, കൃത്യമായിട്ട് ചെയ്യാതെ നമ്മൾ മുമ്പോട്ട് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓവർ തിങ്ക്, നമ്മൾ പേടിച്ച കാര്യങ്ങൾ അതേപോലെ തന്നെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മുടെ ഡെസ്റ്റിനി, നമ്മൾ എവിടെ എത്തിച്ചേരണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഉദ്ദേശം നമുക്ക് ഉണ്ടാകണം. എന്നിട്ട് അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് നിൽക്കാതെ നമ്മളിപ്പോൾ പോകുന്ന റൂട്ടിനെക്കുറിച്ച് ചിന്തിക്കുക, നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അത് വേണ്ട രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റോപ്പ് ഓവർ തിങ്കിങ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹാവ് എ ഫിക്സ്ഡ് റൂട്ടീൻ. നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു റൂട്ടീൻ ഉണ്ടാവണം എല്ലാ കാര്യത്തിനും. ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ആക്ടിവിറ്റീസിനാണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ വർക്കിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു റൂട്ടീൻ ഉണ്ടാവണം. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു സ്റ്റാർട്ടിങ് ആൻഡ് ക്ലോസിങ് ടൈം നമുക്ക് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ടൈമിനാണെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴൊക്കെ സമയം ചിലവഴിക്കുന്നു, ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു റൂട്ടീൻ നമ്മൾ പാലിക്കണമെന്നുള്ളതാണ്. ഇങ്ങനെ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഞാൻ ഈ സമയത്ത് ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കണം, ഇന്നത് ചെയ്ത് തീർക്കാനുണ്ട്. ഇങ്ങനൊരു കാര്യങ്ങളിലേക്ക് നമ്മൾ കറക്റ്റായിട്ടുള്ള റൂട്ടീൻ നമ്മൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അവിടെ ഫോക്കസ് കിട്ടുമെന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. ഇപ്പോൾ ചിലപ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഓൺലൈൻ വർക്ക്, നമ്മൾ ഓൺലൈനായിട്ടാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ തീർച്ചയായും നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക പോസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ സ്റ്റോറി ഇടാനോ, അല്ലെങ്കിൽ നമ്മുടെ വന്നിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള ലീഡിനെ അതിനെ കൺവേർട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ അതിനെ ഫോളോ അപ്പ് ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറണേ.
പക്ഷേ പിന്നീട് നമ്മൾ പതുക്കെ റീൽസിലോട്ട് പോയി ഇങ്ങനെ ഒരു റീൽ കാണുന്നു, 2 റീൽ കാണുന്നു, പിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒക്കെ നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയ ത്രൂ ആണെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ വരുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റീൽസ് അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ അവിടെ വരുന്ന ചാറ്റ്സ് ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് റീൽസ് ഓപ്ഷനിലേക്കൊക്കെ പോകാതിരിക്കുക മാക്സിമം. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഏത് തരത്തിലുള്ള കണ്ടൻറ്റുകൾ കൂടുതൽ പോകണം, ഏത് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റീച്ച് കിട്ടും, ഇതൊക്കെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് റീൽസ് ഓപ്ഷനിലേക്കൊക്കെ പോകാം. അതും പ്രൊഡക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക. അല്ലാതെ ചുമ്മാ ആവശ്യമില്ലാതെ നമ്മളെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന ആക്ടിവിറ്റീസിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഫോൺ. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ നമ്മുടെ മൈൻഡിനെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ടാകും. അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുക. അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബി വിത്ത് ഫോക്കസ്ഡ് പീപ്പിൾ. എപ്പോഴും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന ആളുകളുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക, സംസാരിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ മെൻറ്റീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്പോൺസേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രെയിനേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ടീം മെമ്പേഴ്സ് ആയിക്കോട്ടെ. ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവരെ നമുക്ക് മനസ്സിലാവും അവർ ഭയങ്കര ഫോക്കസ്ഡ് ആണ്, അവർ ഓരോ സമയങ്ങളും പ്രൊഡക്റ്റീവ് ആകാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവരുമായിട്ട് കൂടുതൽ മിങ്കിൾ ആകാൻ ശ്രമിക്കുക, അവരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ അവരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മളും മാറാൻ ശ്രമിക്കും. നമ്മുടെ ഫോക്കസും ക്ലിയർ ആയി വരും. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിഷ്വലൈസ് യുവർ ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചർ ലൈഫ് എന്താകും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എത്തിച്ചേരണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ലൈഫ് എങ്ങനെ ആകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതൊക്കെ ഇടയ്ക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാം. ഞാൻ നല്ല രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഇന്ന ലെവലിലേക്ക് എത്തും എന്നൊക്കെയുള്ള ആ ഒരു ഫ്യൂച്ചർ ലൈഫിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് കൂടുകയും അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വയം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. നമ്മുടെ ഫോക്കസ് അതിലേക്ക് മാറും. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയും അതിന് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ അടുത്തതായിട്ട് ഇനി ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ട്രാക്ക് യുവർ പ്രോഗ്രസ് വീക്ക്ലി. എല്ലാ ആഴ്ചയിലും നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ഈ ആഴ്ചയിലെ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു. ഓരോ ദിവസത്തിലെയും വർക്കുകൾ കറക്റ്റായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അത് എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നോക്കുക. വീക്കിലി അതിനെ നിങ്ങൾ ആ ഒരു പ്രോഗ്രസ് എങ്ങനെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്യുക. കാരണം ഈ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വീക്കിൽ എൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അതിനേക്കാൾ ബെറ്ററായിട്ട് ഞാൻ അടുത്ത വീക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് ഈ നെക്സ്റ്റ് വീക്ക് എന്ത് ചെയ്യുക, നമുക്ക് അതിനനുസരിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാം. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഓരോ വീക്ക് കഴിയുമ്പോഴും നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബെറ്ററായി വരും. നമുക്ക് അവിടെ ഒരു പ്രോഗ്രസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ഒരു മാസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗോളിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്നുള്ളത് ഷുവറാണ്. അപ്പം നമ്മുടെ ഫോക്കസ് മാറ്റാനായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ചെറിയ കുറേ പോയിന്റുകളാണ്. ഈ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കും നല്ല രീതിയിലുള്ള ഒരു മാറ്റം വരാൻ തുടങ്ങിയതും എനിക്കിപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ആക്റ്റീവായിട്ടും ഫോക്കസ്ഡ് ആയിട്ടൊക്കെ മുമ്പോട്ട് പോകാൻ കഴിയുന്നതും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൻ്റെ പാർട്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. മാക്സിമം നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ശ്രമിച്ചാലേ നടക്കുള്ളൂ. അല്ലാതെ ചുമ്മാ പറഞ്ഞ് അങ്ങ് ഒഴിവായി പോകുന്നൊരു സംഭവമല്ല. നമ്മൾ ശ്രമിക്കണം. അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് നല്ലൊരു എഫേർട്ട് ഇവിടെ വരണം. എന്നാൽ മാത്രമേ നമുക്ക് ഫോക്കസ് ശരിയാക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ, ലൈഫിലൊന്ന് സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തേ പറ്റുള്ളൂ. പല കാര്യങ്ങളിലും നമ്മൾ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. പല തരത്തിലും നമ്മൾ സ്ട്രഗിൾ ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സക്സസ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ട് കുറേ ഫെയിലിയർ നേരിട്ടുകൊണ്ട് നമ്മളൊരു സക്സസ്സിലേക്ക് എത്തുമ്പോഴാണ് അതിന് വലിയൊരു ടേസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ ഈ ഫെയിലിയർ ഒന്നും നേരിട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ അങ്ങ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെടുക. ആ കഷ്ടപ്പെടുന്നതിന് നല്ലൊരു റിസൾട്ട് വരും. ആ ഒരു റിസൾട്ട് കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഹാപ്പിനെസ്സും ലൈഫിൽ എന്താ പറയുക, നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ്സ് മീ സെയ്ദ്.